CPM നേതാവും ചെങ്ങന്നൂർ മുൻ MLA-യുമായ KK രാമചന്ദ്രൻ നായരുടെ മകന്റെ ആശ്രിത നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവ് ശരിവെച്ച സുപ്രീംകോടതി. ഹൈക്കോടതി വിധിയെ ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാർ നൽകിയ ഹർജിയാണ് സുപ്രീംകോടതി തള്ളിയത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് തള്ളിയത്. ഒരു MLA-യുടെ മകന് എങ്ങനെ ആശ്രിത നിയമനം നൽകാനാകുമെന്ന് കോടതി ചോദിച്ചു. ജനപ്രതിനിധിയുടെ മകൻ എന്നത് ആശ്രിത നിയമനത്തിനുള്ള യോഗ്യതയായി കണക്കാക്കാൻ കഴിയില്ലെന്നും കോടതി വ്യക്തമാക്കി. എന്നാൽ മതിയായ യോഗ്യതകൾ പ്രശാന്തിനുണ്ടെന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് നിയമനം നൽകിയതെന്നുമാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ അവകാശപ്പെട്ടിരുന്നത്. 2018 ജനുവരിയിലായിരുന്നു KK രാമചന്ദ്രൻ നായരുടെ മകൻ പ്രശാന്തിന് പൊതുമരാമത്ത് വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറായി ആശ്രിത നിയമനം നൽകിയത്. മന്ത്രിസഭാ തീരുമാനപ്രകാരമായിരുന്നു നിയമനം. പൊതുമരാമത്ത് വകുപ്പിൽ പ്രത്യേക തസ്തിക സൃഷ്ടിച്ചുകൊണ്ടുള്ള നിയമനം ചോദ്യം ചെയ്ത് പാലക്കാട് സ്വദേശി അശോക് കുമാർ നൽകിയ ഹർജി ഹൈക്കോടതി പരിഗണിക്കുകയും ആശ്രിത നിയമനം റദ്ദാക്കുകയും ചെയ്തു. 2021 ഡിസംബറിലായിരുന്നു വിധി വന്നത്. സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്നതായിരുന്നു ഹൈക്കോടതി വിധി. ഹൈക്കോടതിക്ക് പിഴവ് സംഭവിച്ചു എന്ന് പറഞ്ഞ സംസ്ഥാന സർക്കാർ വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. ഈ ഹർജിയാണ് കോടതി തള്ളിയത്. അതേസമയം സർവീസിലിരുന്ന കാലത്ത് വാങ്ങിയിരുന്ന ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും തിരിച്ചു പിടിക്കരുതെന്ന ഹർജിക്കാരന്റെ ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചു. ആശ്രിത നിയമനം സംബന്ധിച്ച് കൃത്യമായ സർവീസ് ചട്ടങ്ങൾ സംസ്ഥാനത്തിനുണ്ട്. കേരള സബോർഡിനേറ്റ് സർവീസ് ചട്ടപ്രകാരം തസ്തിക സൃഷ്ടിച്ച് ഇത്തരത്തിലൊരു നിയമനം നടത്താൻ മന്ത്രിസഭയ്ക്ക് കഴിയുമോ എന്ന കാര്യവും സുപ്രീം കോടതി പരിശോധിച്ചു. ഒരു MLA-യുടെ മകന് ഇത്തരത്തിലുള്ള നിയമനം നൽകാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കിയാണ് ഹൈക്കോടതി നിയമനം റദ്ദാക്കിയത്. ന്യൂസ് ഡെസ്ക്, അമൃത TV.